വയനാട്ടിൽ ഭീതി വിതച്ച കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിക്കും. തലപ്പുഴ 43 കമ്പിപ്പാലം തുടങ്ങിയ ഇടങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത്. കടുവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്ന് സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിരുന്നു. സംസ്ഥാനത്തുടനീളം വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തെ സ്ഥിതി മറ്റൊന്നല്ല. കൊല്ലം പത്തനാപുരത്തെ വിവിധ ജനവാസ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് കടുവയോ പുലിയോ ആണെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം വനം വകുപ്പ് ഇക്കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുന്നല ഭാഗത്ത് മാത്രം 2 സംഭവങ്ങളാണ് ഉണ്ടായത്. ചെമ്പ്രാമൺ തോങ്കോട് തൊഴുത്തിൽ കെട്ടിയിരുന്ന പോത്തിനെയും കുറുന്തമണ്ണിൽ പകൽ മേയാൻ വിട്ട പശുക്കളിലൊന്നിനെയും വന്യമൃഗം ആക്രമിച്ചത് വനം വകുപ്പ് വാച്ചർമാർ ഉൾപ്പെടെ നേരിട്ട് കണ്ടുവെന്നും കടുവയാണെന്നും നാട്ടുകാർ പറയുന്നു. വാച്ചർമാർ 4 പേരുണ്ടായിരുന്നു. അവർ കണ്ട് ഇത് ഓടി നടന്നു പോകുന്നത്. അവരെ വന്ന് രണ്ടാമത് എന്നെ കിടന്നെടുത്ത് വന്ന് ഇളക്കി വിട്ടത്. കടുവ തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. കടുവ തന്നെ ഉറപ്പാണ്. നടുക്കൂടെ വരയുണ്ട്, ബ്ലാക്ക് വരയാണ്. നിരന്തരമായി വന്യമൃഗശല്യം ഉണ്ടാകുന്നത് കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നതുമാണ് ആവശ്യം. കടശ്ശേരി കറൂർ മേഖലകളിൽ നിരന്തരമായി ഇപ്പോൾ കടുവയുടെ ശല്യമാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു കർഷകൻ്റെ പശുവിനെ പിടിച്ചു തിന്നുകയും ഇപ്പോൾ ഇന്നലെ തന്നെ 2 സംഭവങ്ങളാണ്. ഒരു തോങ്കോട് ഭാഗത്ത് പോത്തിനെയും പിടിച്ചു, ഈ കറൂർ കുറുന്തോൺ ഭാഗത്ത് പശുവിനെയും പിടിച്ചു. അപ്പോൾ നിരവധിയായിട്ടുള്ള സംഭവങ്ങളാണ്. കടുവയാണ് ഇറങ്ങി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കും മറ്റ് താമസക്കാർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിനെ വേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ട് ഈ ജനങ്ങളുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണണം. ദിവസങ്ങൾക്ക് മുൻപ് കടംശ്ശേരി ഉമ്മന്നൂരിലും മേയാൻ വിട്ട പശുവിനെ വന്യമൃഗം ആക്രമിച്ചു കൊന്ന് പൂർണ്ണമായി ഭക്ഷിച്ചിരുന്നു. പ്രായാധിക്യത്താലോ മറ്റ് രോഗം മൂലമോ ക്ഷീണിതനായ കടുവയാണ് പ്രദേശത്തുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. അതിന്റെ കാൽപ്പാടുകളും നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രദേശങ്ങളിൽ ഭീതി നിലനിൽക്കുന്നതിനാൽ ഉന്നത ഇടപെടലുകൾ ഉണ്ടാവണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം.